ഹലോ. അപ്പോൾ ഇന്ന് എൻ്റെ ഇവിടെ ആദ്യം ഉണ്ട് കേട്ടോ വീഡിയോ എടുക്കാനായിട്ട്. കുറച്ച് വെണ്ടയ്ക്ക വെച്ച് വീട്ടിലുണ്ടായതാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതും വെച്ച് വെണ്ടയ്ക്ക മുട്ടത്തോരൻ ഉണ്ടാക്കാമെന്ന് ഓർത്തു. അതിൻ്റെ ഇടയ്ക്ക് ഞാനും അതും കൂടി ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കൈ ചെറുതായിട്ട് മുറിഞ്ഞു. അപ്പോൾ എനിക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മൊക്കെ തന്നെ കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് അതും ഞാൻ എന്തെങ്കിലും പണിയാൻ വരുമ്പോൾ അടുക്കളയിൽ വന്നിട്ട് എൻ്റെ അടുത്ത് പറയും ഉമ്മയെ കയറ്റിയിരുത്തെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ കുറേ നേരം എൻ്റെ അടുത്ത് വർത്താനമൊക്കെ പറയും കേട്ടോ. ഞങ്ങളുടെ വർത്താനം കേട്ടുകൊണ്ട് അപ്പുറം ഹാളിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു കുശുമ്പിപ്പാറ് ഓടി വന്നിട്ടോ. നെജായാണ് ഞങ്ങളുടെ വർത്താനം കേട്ട് വേഗം ഓടി വന്നതാണ്. പിന്നെ ഞാനൊരു സ്ഥലത്ത് ഒതുക്കി ഇരുത്തി. പിന്നെ അവനക്ക് ജീരക മിഠായി വേണമെന്ന് പറഞ്ഞപ്പോൾ ജീരക മിഠായി എടുത്ത് അവൻ്റെ നിന്ന് 2 ജീരക മിഠായി ഞാനും പറക്കി തന്നു. അപ്പോഴേക്കും എൻ്റെ വെണ്ടയ്ക്കരിയിലൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവനെ അവിടെ നിന്ന് ഇറക്കിയിരുത്തി വെണ്ടയ്ക്കത്തോരൻ ഉണ്ടാക്കാൻ പോയി. കടുകിട്ട് പൊട്ടിച്ച് സവാള ഇട്ടു, കുറച്ച് 2-3 പച്ചമുളക് ഇട്ടു. വാടി വരുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് പച്ചമുളക് മാറി കഴിയുമ്പോൾ വെണ്ടയ്ക്ക ഇട്ട് വേവിക്കാൻ വെച്ചത്. വെണ്ടയ്ക്ക വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് നേരം അതുകൊണ്ട് ഇരുന്ന് കളിക്കാൻ പോയിട്ടോ. അവന് ഭയങ്കര സങ്കടം ഞാനിരുന്ന് കളിക്കലാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ അവൻ്റെ സങ്കടങ്ങൾ മാറ്റിക്കൊടുക്കാമെന്ന് ഓർത്ത് അവിടെ ഇരുന്ന് കുറച്ച് നേരം കളിച്ചു. പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക വെന്ത് വന്നപ്പോൾ ഞാൻ 2 മുട്ട കുത്തി പൊട്ടിച്ച് വെണ്ടയ്ക്കയിലേക്ക് ഒഴിച്ചു. എന്നിട്ട് നല്ലോണം ഫ്രൈ ആണ് വരെ ഇളക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ നെജാക്ക് ഇട്ട് കൊടുക്കാത്ത കളിപ്പാട്ടങ്ങളിൽ ലാസ്റ്റ് എൻ്റെ ജീരകപ്പെട്ടി വരെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് നമ്മുടെ വെണ്ടയ്ക്ക മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.